മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾ ആ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മളൊരു പാർട്ട് ടൈം അതല്ലെങ്കിൽ ഒരു ജോലി നോക്കുന്ന സമയത്തൊക്കെ. എനിക്ക് സ്കോപ്പുള്ളൊരു ജോലി അക്ഷയ്ക്ക് സ്കോപ്പ് ഇരിക്കണം എന്ന നിർബന്ധം എനിക്ക് പറ്റും. ഇപ്പോൾ ഒരു UK വിസ ഹോൾഡർ ആണ് നിങ്ങളെങ്കിൽ വേൾഡിൽ എനിക്ക് തോന്നുന്നു 45ഓളം കൺട്രീസിലേക്ക് നിങ്ങൾക്ക് വിസ ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും. അവരുടെ കയ്യിലുള്ള സ്റ്റുഡൻറ് വിസയ്ക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം അവരിൽ പലർക്കും അറിയുന്നില്ല. അപ്പോൾ ട്രാവൽ ചെയ്യാനൊക്കെ പിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരത്തിൽ ഒരു നല്ല ഡെസ്റ്റിനേഷനിൽ പോയി പഠിക്കുക എന്നുള്ളത്. മന്ത്ര എന്ന് പറയുന്നത് നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു വിൻഡോ ആണ് ഓവർസീസ് എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനിൽ പോവുക, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിൽ പോയി പഠിക്കുക, വർക്ക് ചെയ്യുക, അവിടെ ആളുകളോട് സംസാരിക്കുക, കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാക്കുക, ക്യാമ്പസിൽ പല ക്ലബ്ബുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ കേസ് പറയുന്ന പോലെ തന്നെ ലാംഗ്വേജ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ. അതായത് നമ്മളുടെ ചിലപ്പോൾ ജർമ്മനിയിലൊക്കെ പോകുന്ന സമയത്ത് ജർമ്മൻ പഠിക്കണം, ഫ്രഞ്ച് പഠിക്കണം, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ലാംഗ്വേജ് ബാരിയേഴ്സ് എങ്ങനെയാണ്? കൺട്രി ടു കൺട്രി ഇതിൽ ഡിഫറൻസസ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ്, സ്റ്റഡി ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഏതാണ് എന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യൽ മാൻഡറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓരോന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഇൻസ്ട്രക്ഷൻസിലാണ് അവർ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ജർമ്മനിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്തു, ലൈഫ് സ്റ്റൈൽ ഓക്കെയാണ്, അക്കാഡമിക്സ് ഓക്കെയാണ്, നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓക്കെയാണ്. ബട്ട് നമ്മൾ ഇൻ കേസ് നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജർമ്മൻ ലാംഗ്വേജിലാണ് അവർ ടോട്ട് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മാറ്ററും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതല്ല കാര്യം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്യേണ്ടത്. ലാംഗ്വേജ് എക്സാംസ് ഉണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്യണം. അതുപോലെ നമ്മൾ ആ ലാംഗ്വേജിൽ മിനിമൽ ഒരു എഫിഷ്യൻസി എങ്കിലും നമ്മൾ കാണിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് പോകുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവൻ ഇപ്പോൾ പഠിച്ചതിനേക്കാൾ കുറച്ചും കൂടി ടഫറായിട്ടുള്ള സിലബസും ടഫറായിട്ടുള്ള തിയറീസുമാണ് അവൻ പഠിക്കാൻ പറ്റും. അപ്പോൾ ഒബ്വിയസ്ലി അവൻ ആ ലാംഗ്വേജും കൂടി കൺവീനിയൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി അത് അത്ര തന്നെ ബ്രില്യൻ്റ് ആയിട്ട് ക്ലിയർ ചെയ്താൽ മാത്രമാണ് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്രോഗ്രാംസ് തന്നെ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാട്ടത്തിലുള്ള എല്ലാവരെ സംബന്ധിച്ചും ഇംഗ്ലീഷ് ഒരു ന്യൂ ലാംഗ്വേജ് അല്ല. ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ് ടു ക്രാക്ക്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ എക്സാംസ്, IELTS, TOEFL, TTE പോലത്തെ എക്സാംസ് ചൂസ് ചെയ്യുക. മാൻഡറ്ററി ആയിട്ട് തന്നെ അത് എഴുതുക. അപ്പോൾ ഒരു പോയിന്റിലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന്, അവർ പഠിപ്പിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും എന്നുള്ളൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇത് പഠിക്കാൻ പോകുന്നത് നല്ലതാണ്. കാരണം നമുക്ക് കുറച്ചും കൂടെ ആ സ്ലാങ് എന്താണ്, എങ്ങനെയാണ് അവർ പറയുന്നത്, ഓരോ വേർഡ്സും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഓരോ വേർഡ്സും എവിടെ യൂസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, അതൊരു ചില കൺട്രികൾക്കൊന്നും അതൊരു റിക്വയർമെൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രാൻസ് എടുത്ത് നോക്കാം. ഫ്രാൻസിൽ ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസിന് പോകുന്ന കുട്ടികൾക്ക് വിത്തൗട്ട് എനി ഇംഗ്ലീഷ് അസസ്മെൻറ്റ് എക്സാംസോട് കൂടിയിട്ട് അവർക്ക് പോകാൻ പറ്റും. പക്ഷേ സ്റ്റിൽ നമ്മൾ അവരോട് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ IELTS അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആവും, എന്നാലും നമുക്കത് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ UK കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴും IELTS അല്ലെങ്കിൽ TOEFL, PTE പോലത്തെ എക്സാംസിന് വേവ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇംഗ്ലീഷ് അറിയാത്തൊരു കുട്ടി ഞങ്ങളടുത്ത് വന്നു കഴിഞ്ഞാൽ പഠിച്ചു പോകുന്നല്ല. നമുക്കതിലുള്ള എഫിഷ്യൻസി ഉണ്ടെന്ന് നമ്മൾ പ്രീവിയസ് നമ്മുടെ അക്കാഡമിക്സിൽ നിന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കതിൽ ഓരോരുത്തർക്കും ഡൗട്ട്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡു എക്സാംസ് അറ്റൻഡ്, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക. എക്സാം എഴുതണം എന്ന് ഞാൻ പറയില്ല, ഗോ ഫോർ എ കോച്ചിങ്, ഡു പ്രാക്ടീസ്. ഇപ്പോൾ ഇപ്പോൾ ഈവൻ ഞാൻ നമ്മുടെ തന്നെ മാക്ലോബിൻ്റെ തന്നെ അക്കാഡമിയിലുള്ള ലാംഗ്വേജ് അക്കാഡമിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില കുട്ടികൾ ഇപ്പോൾ അങ്ങനെ വരാറുണ്ട്. അവർ കുട്ടികൾ എക്സാം ഞാൻ എഴുതുന്നില്ല, പക്ഷേ എനിക്ക് കോച്ചിങ് കിട്ടണം, നോ ആക്ച്വലി IELTS തന്നെ പ്രാക്ടീസ് ചെയ്യും. അതുപോലെ IELTS ഒരു ടെസ്റ്റ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിലെല്ലാം വരുന്നുണ്ട്, റിട്ടൺ, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ട്രെയിൻഡ് ആവുന്നത് കൊണ്ട് അവർ കുറച്ചും കൂടെ ഈസിയാണ്. അവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല അവരുടെ പ്രശ്നം. ഈ അക്കാഡമിക്കലി ഈ വരുന്ന വേർഡ്സ്, ആ സ്ലാങ്, ഈ സ്പീഡിൽ സംസാരിക്കും, ഇതൊക്കെ അവരെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എക്സാം എഴുതില്ല. കാരണം എക്സാം അവർക്കൊരു റിക്വയർമെൻ്റ് ആയിട്ട് വരാറില്ല പല കൺട്രീസിലും. അപ്പോൾ അവരത് പ്രാക്ടീസ് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മുടെ അക്കാഡമിയിൽ ഇപ്പോഴും പഠിക്കുന്നുണ്ട്, പഠിച്ചിരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ കറൻ്റ് പല കൺട്രീസിലും അവർ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എക്സാംസ് എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ IELTS പോലത്തെ എക്സാംസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? ഐ മീൻ ഈ ഒരു അവിടെ പഠിക്കുക എന്നുള്ള അഡ്വാൻറ്റേജ് അല്ലാതെ വല്ല സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസോ അങ്ങനെ എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? സോ ഫാർ ഫ്രം മൈ നോളേജ് ഞാൻ ഇതുവരെ IELTS സ്കോർ ഇത്ര ലാംഗ്വേജ് പ്രൊഫഷൻസി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് ഉള്ളത് കൊണ്ട് ഇത്ര സ്കോർ കിട്ടി എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. ബട്ട് ഒബ്വിയസ്ലി ലാംഗ്വേജ് റിക്വയർമെന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഡ്മിഷൻ റിക്വയർമെന്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക്
ഫോർ സേ എക്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവരുടെ റിക്വയർമെൻ്റ് ആണ് ഓവറോൾ 7 with 6.5 വേണം. അതുപോലെ തന്നെ അക്കാഡമിക്കലി 65% വേണം. അപ്പോൾ അവിടെ അഡ്മിറ്റ് ആവുന്ന ഓരോ കുട്ടികൾക്കും മേ ബി ഒരു ഇൻ്റർനാഷണൽ ബേഴ്സറി ഉണ്ടായിരിക്കാം. അപ്പോൾ ബേഴ്സറീസ് എസ്പെഷ്യലി കൺട്രി ബേസ്ഡ് ആയിട്ടാണ് കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ കുട്ടിയുടെ എത്തനിക് ബേസിസിലൊക്കെയാണ് ബേഴ്സറീസ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഇപ്പോൾ IELTS-ന് അവിടെ ഒരു ബന്ധമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ചെറിയൊരു ബന്ധമാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഇപ്പോൾ IELTS സ്കോർ മാത്രം കൊണ്ട് ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ള ന്യൂസ് സോഫാർ എൻ്റെ നോളജിലേക്ക് വന്നിട്ടില്ല. ആക്ച്വലി അതൊരു ലാംഗ്വേജ് റിക്വയർമെന്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്, റിക്വയർമെന്റ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് ഇതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ അക്കാഡമിക് ഫാക്ടറിൽ വരുന്നൊരു കാര്യമാണ് ഈ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ നോക്കണം. ഇപ്പോൾ ഫ്രാൻസ് ആവട്ടെ അല്ലെങ്കിൽ ജർമ്മനി ആവട്ടെ, അവിടെ പോകുന്ന ആളുകൾ ഈവൻ ദോ അവരുടെ യൂണിവേഴ്സിറ്റി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾ ആ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മളൊരു പാർട്ട് ടൈം അതല്ലെങ്കിൽ ഒരു ജോലി നോക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും നമുക്ക് എപ്പോഴാണ് ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ആ അവിടെയുള്ള ലോക്കൽസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ഡേ ടു ഡേ ലൈഫിൽ. ഇപ്പോൾ ഞാൻ UK ഉണ്ടായിരുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ ഇംഗ്ലണ്ടിലെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ്, അല്ലെങ്കിൽ UK എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്. ആക്ച്വലി അവിടുത്തെ ഓരോ പാർട്ടിനും എന്തുണ്ട്, ഓരോ ഏരിയക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലാങ്ങുകളുണ്ട്. ഇംഗ്ലീഷിൽ ഇപ്പോൾ ലിവർപൂളിലെ ആളുകൾ സംസാരിക്കുന്നത് സ്കൗസ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജാണ്. ഞാനവിടെ ഡെലിവറി ജോബിന് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഡെലിവറി കൊടുത്തു വരുന്ന സമയത്ത് ആൻഡ് അവർ പറയും തര എന്ന് പറയും. അപ്പോൾ ആദ്യം നമുക്കിത് തിരിയില്ലായിരുന്നു, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കുന്നു, അവർ ടര എന്ന് പറയുന്നു, പോകുന്നു. പിന്നീട് ഞാൻ ഇത് മനസ്സിലാക്കി. ഞാനവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിവർപൂളിൽ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ, അപ്പോൾ താങ്ക് യു എന്നാണ് അതിൻ്റെ അർത്ഥം. ടര എന്ന് അവർ പറയുന്നത് താങ്ക് യു. അപ്പോൾ ഇതുപോലെ ഓരോ ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അവിടുത്തെ ലോക്കൽസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് അത്തരത്തിലൊരു എക്സ്പോഷർ കിട്ടാനും അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറുമായിട്ട് കൂടുതൽ നമുക്ക് പിന്നെ ആ ഒരു അസിമുലേറ്റ് ചെയ്ത് പോകാനൊക്കെ എപ്പോഴും നല്ലത് ഈ ലാംഗ്വേജ് ബാരിയേഴ്സ് എന്ത് ചെയ്യുക, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെ സ്റ്റുഡൻസൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്ക് ഒരുപാട് ഐഡിയ ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പലപ്പോഴും പറഞ്ഞു അവർക്ക് ഐഡിയ ഷെയർ ചെയ്യാൻ അവരുടെ ഉള്ളിലുണ്ട്. ബട്ട് ഈ ലാംഗ്വേജ് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ബാരിയർ ഉള്ളതുകൊണ്ട് അവർക്കിത് ക്ലാസ് റൂമിൻ്റെ മുമ്പിൽ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത ഒരു അവർ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് പറയാറുണ്ട്. അതുപോലെ അവിടുത്തെ ലോക്കൽ സ്ലാങ്ങിൽ പിന്നെ ക്ലാസ് എടുക്കുന്ന പ്രൊഫസേഴ്സിനെ പ്രോപ്പറായിട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളും ഇപ്പോൾ ജിഷാൻ പറഞ്ഞ പോലെ IELTS നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഡിമാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് കോഴ്സസ്, ലാംഗ്വേജ് കോഴ്സസ്, അതല്ലെങ്കിൽ ഫ്രഞ്ച് ആവട്ടെ അതല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സസ് ആവട്ടെ, നമ്മൾ അതായത് കൺട്രീസിലേക്ക് പോകുമ്പോൾ അത് പഠിച്ചിരിക്കുക, അത് ഗെയിൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതവിടെ ഹെൽപ്പ് ചെയ്യുന്നുള്ള സ്റ്റുഡൻസിനെ ഭയങ്കരമായിട്ട് അതവിടെ ഹെൽപ്പ് ചെയ്യും. അക്കാഡമിക്കലി ആൻഡ് ഇൻഡിവിജ്വൽ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും അക്കാഡമിക്സിലും പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളും ഒബ്വിയസ്ലി ഇത്തരത്തിൽ ലാംഗ്വേജിലൊരു ഫ്ലുവൻസി അല്ലെങ്കിൽ എഫിഷ്യൻസി അവർക്ക് എന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് മാറും എന്നുള്ളത് ഷുവറാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പലരും പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആ ഒരു ഫാക്ടർ കൂടി ഉണ്ടല്ലോ. ഡെഫിനറ്റ്ലി കരിയറിന് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു കൺട്രി ചൂസ് ചെയ്യാം? ഐ മീൻ എനിക്ക് ഇന്ന് ഭയങ്കര ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു ജോബാണ് കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത്, ഏത് കരിയറിന് ഏതെങ്കിലും ഒരു കരിയറിന് മാത്രം ഹൈ പേയിങ് ജോബ് എന്ന് പറയുന്ന കാര്യം ഇല്ല. അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട് നല്ല സ്കോപ്പുള്ള ജോലി ഏതാണ്. അപ്പോൾ എനിക്ക് സ്കോപ്പുള്ളൊരു ജോലി അക്ഷയ്ക്ക് സ്കോപ്പ് ഇരിക്കണം എന്ന നിർബന്ധം എനിക്ക് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് നല്ല സ്കോപ്പുള്ള ഒരു ജോലിയാണ്. പക്ഷെ അക്ഷയ്ക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. സോ എല്ലാ കരിയറിനും അതിൻ്റേതായ സ്കോപ്പും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായ ഹൈ പെയ്ഡ് പൊസിഷൻസും ഇന്ന് അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഏത് കരിയർ എടുത്ത് നോക്കിയാലും അതിൽ ഹൈ പെയ്ഡ് പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എത്താൻ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കാര്യം. പക്ഷേ ഇപ്പോൾ ഈ കരിയർ എന്ന് പറയുന്ന കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഓരോ കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പലർക്കും പല തെറ്റുകൾ വന്നു പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് IT സെക്ടറിൽ ഏറ്റവും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു പ്രോഗ്രാം അല്ലെങ്കിൽ നല്ലൊരു മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യുന്ന കൺട്രി IT ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധമില്ലാത്തൊരു കൺട്രിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവിടെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കൺട്രിക്കും ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ എന്ത് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതൊരു മാറ്ററാണ്. അതുപോലെ തന്നെ ഇനിയല്ല ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്പെസിഫിക് കൺട്രി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഗോ ഫോർ ദി എഡ്യൂക്കേഷൻ ഹബ്സ്. ഇപ്പോൾ USA UK എന്ന് പറയുന്നതൊക്കെ എഡ്യൂക്കേഷൻ ഹബ്ബുകളാണ്. അവിടെ എല്ലാ സബ്ജക്റ്റുകളും ഒരേ ഇമ്പോർട്ടൻസിൽ ഒരുപോലെ അവർ
പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്യുവർ ആൻഡ് ഫൈനസ്റ്റ് അപ് ടു ഡേറ്റഡ് ആയിട്ടുള്ള സിലബസുകളാണ് അവരിന്ന് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കൺട്രീസ് ഡെസ്റ്റിനേഷൻസ് ചൂസ് ചെയ്യുക. അല്ല നമുക്കിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻ അയർലാൻഡ് IT ഈസ് റിയലി ഗുഡ്, USA IT ഈസ് റിയലി ഗുഡ്. സോ നമുക്ക് ഈ കൺട്രീസ് ചൂസ് ചെയ്യാം. നിങ്ങൾ ഈ കരിയറിലാണ് നിങ്ങളുടെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഹണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കൺട്രീസ് ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ആഫ്റ്റർ സ്റ്റഡീസ് ആൾസോ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ കാണാൻ പറ്റും എന്താണ് ഈ കരിയറിന് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ചൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ട് ഓരോ ഡെസ്റ്റിനേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ന്യൂസിലാൻഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ, ലൈഫ് സയൻസ് ഒക്കെയാണ് അവർ കൂടുതലായിട്ട്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, ഈ പ്രോഗ്രാംസിലാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസ് ഉള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ ജോബ് ചെയ്യുന്നതുമായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ കൺട്രികളിലെ പല യൂണിവേഴ്സിറ്റികളും ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ അത്രയും അപ് ടു ഡേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് നമ്മുടെ കരിയറിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യും. ഇങ്ങനെ ഓരോ സ്പെസിഫിക്കേഷൻസ് ഓരോ കൺട്രിയിലും അവരുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ സ്കോപ്പ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കുക. ഫോർ എക്സാമ്പിൾ ജർമ്മനി പറയുകയാണെങ്കിൽ നമുക്കറിയാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭയങ്കരമായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. കാര്യം വേൾഡിൽ റിനോൺഡ് ആയിട്ടുള്ള ഒരുപാട് പിന്നെ കാർ മേക്കിംഗ് കമ്പനീസ്, മാനുഫാക്ചേഴ്സ് ജർമ്മനിയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കൺട്രിക്കും ഇപ്പോൾ UK ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് ആണ് മെയിൻ എന്ന് പറയുമെങ്കിലും നമുക്ക് ലോ ഡിഗ്രീസിന് വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് പറയാം. പിന്നെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് നമുക്ക് UK നെ പറയാം. USA ഓൾറെഡി പറഞ്ഞു. USA ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിൽ USA ഡിഗ്രീസ് എന്താണ് വേൾഡിൽ ഈ പറഞ്ഞ പോലെ തന്നെ. പിന്നെ മെയിനായിട്ടുള്ളത് നഴ്സിംഗ് ആൻഡ് ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ലോകത്ത് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും എന്തുണ്ട് അതിൻ്റെതായിട്ടുള്ള പോസിബിലിറ്റി, സ്കോപ്പ് ഉണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ ഇത് പറഞ്ഞു വരുന്ന സ്റ്റുഡൻറ്റിന് ഏത് കൺട്രിയിലേക്ക് വേണമെങ്കിലും വിടാം. ഷുവറാണ്. എൻ്റെ അടുത്ത ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് 100% ജോലി കിട്ടുന്നുള്ളൊരു കോഴ്സ് എന്നോട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ ഗോ ഫോർ നഴ്സിംഗ് ഓർ അതർ മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ്. കാരണം നമ്മുടെ എക്സ്പീരിയൻസും അതാണ്. നമ്മൾ ഇതുവരെ സെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും എന്താണ് 10% തന്നെ പറയാം. അതിൽ ചുമ്മാ ഗിമ്മിക്ക് പറയല്ല. നഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് കൺട്രിയിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ഡെഫിനറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. മെഡിസിൻ ആണെങ്കിലും അത് ഓക്കെ. ഇനി ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സസും ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പല സ്റ്റുഡൻസും സെയിം ഇൻഡസ്ട്രിയിൽ തന്നെ പ്ലേസ്ഡ് ആയതായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രിവിലേജ് ഈ പറയുന്ന മെഡിക്കൽ ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, ഇപ്പോൾ പുറത്ത് പോവുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ തന്നെ പോയിട്ട് അവിടെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള കുറേ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് വരട്ടെ? ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഞാൻ എൻ്റെ ഒരു അക്കാഡമിക് ജേർണിയിൽ എനിക്ക് UG കഴിഞ്ഞ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു ഞാൻ UG പഠിച്ച ക്യാമ്പസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ മുംബൈ ടാറ്റയുടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഉണ്ട്, അതുപോലെ ജാമിയ മില്ലിയ, JNU, ഇങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഞങ്ങളുടെ സീനിയേഴ്സ് പഠിക്കുക, അവരുടെ ഒരു ഓറിയൻറ്റേഷൻ നമുക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ടിസ്സിൽ അഡ്മിഷൻ കിട്ടി, ഹൈദരാബാദിൽ അഡ്മിഷൻ കിട്ടി, ജാമിയ മില്ലിയിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാനിത് ചൂസ് ചെയ്ത സമയത്ത് എനിക്കിപ്പോൾ അക്ഷയ് ചോദിച്ചപ്പോൾ ഒരു മൈൻഡിലേക്ക് വന്നൊരു കാര്യമാണ്. ഞാൻ അതിൻ്റെ അക്കാഡമിക്സിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്തു, ഡൽഹി എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ഞാൻ ചൂസ് ചെയ്യാൻ മെയിനായിട്ട് ഞാൻ ട്രാവൽ ചെയ്യാൻ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഡെസ്റ്റിനേഷനിലേക്ക് ഈസി ആയിട്ട് റൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്ററായിരുന്നു ഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സത്യത്തിൽ നമ്മൾ ഓവർസീസ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുന്ന പല കുട്ടികളും നന്നായിട്ട് പഠിക്കുകയും വേണം, എന്നാൽ അവരുടെ ഫ്രീ ടൈം അല്ലെങ്കിൽ അവരുടെ ഏർണിങ്സ് അവർക്ക് എന്ത് ചെയ്യണം, വേർത്തി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണം. അതിന് അവർ മെയിനായിട്ട് ഒരു കാര്യം കാണുന്നത് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ചിന്തിക്കുന്ന പോലെയല്ല. ഇപ്പോൾ നമ്മളൊരു ഷെങ്കൻ വീസ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരുപാട് കൺട്രീസ് ഉണ്ട്. ഇപ്പോൾ ഒരു UK വീസ ഹോൾഡർ ആണ് നിങ്ങളെങ്കിൽ വേൾഡിൽ എനിക്ക് തോന്നുന്നു 45ഓളം കൺട്രീസിലേക്ക് നിങ്ങൾക്ക് വീസ ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും. USA വീസ പിന്നെ നമുക്കറിയാം USA വീസയുടെ പ്രിവിലേജുകൾ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു സ്റ്റഡി പർപ്പസിനാണ് പോകുന്നതെങ്കിലും അങ്ങനെ നമുക്ക് കിട്ടുന്ന വീസ എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്തുള്ള പല കൺട്രീസിലേക്കും നമുക്കൊരു ഈസി ആക്സസ് തരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് നാട്ടിലാൾ, ഭയങ്കര ബിസിനസ്സുകാരനാണ്. 40 വർഷമായിട്ട് കേരളത്തിൽ നന്നായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. പുള്ളി കഴിഞ്ഞ 20 വർഷമായിട്ട് പലപ്പോഴായിട്ട് USA വിസയ്ക്ക് ട്രൈ ചെയ്യും, അത് റിജക്റ്റ് ആയി പോവുകയും ചെയ്യുന്നൊരു സിനാരിയോ ഉണ്ട്. റീസെൻ്റ് ആയിട്ട് ആളിപ്പോൾ ഒരു 60 ഏജ് ആയി, ഇപ്പോഴാണ് പുള്ളിക്കാരന് USA വിസ കിട്ടിയത്. എന്നാൽ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു UK. അവന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്ത് ചെയ്തു, USA വിസ കിട്ടുകയും ചെയ്തു. ഒന്നുമില്ല, ആ പുള്ളിക്കാരന് ഈ ഫ്രണ്ടിനേക്കാൾ എന്തുകൊണ്ട് എലിജിബിൾ ആണ് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്ത ആൾ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിലൊക്കെ. ബട്ട് ഇയാൾക്ക് UK ഡിഗ്രി ഉണ്ടായിരുന്നു, UK വിസ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ USA വിസ കിട്ടാനായിട്ട് ഒരു കാരണമായത്. അപ്പോൾ ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്
നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരത്തിൽ ഒരു നല്ല ഡെസ്റ്റിനേഷനിൽ പോയി പഠിക്കുക എന്നുള്ളത്. കാര്യം ഗ്ലോബലി ഒരു അക്സെപ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. അത് ട്രാവലിന് വേണ്ടി മാത്രമല്ല കേട്ടോ, ഇനി കോഴ്സ് കഴിഞ്ഞൊരു ജോബിന് പോകുന്ന സമയത്തും നിങ്ങൾ എവിടെ പഠിച്ചു എന്നുള്ള കാര്യം എന്താണ്, ഇറ്റ് ഡസ് മാറ്റർ. യെസ്. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ അപ്പോൾ ഇത് ആക്ച്വലി ഒരുപാട് ആളുകൾ ഡിസ്കസ് ചെയ്യുന്നൊരു പോയിന്റും അല്ല. നമ്മൾ അവിടെ പോയിട്ടുള്ള ആളുകളോട് തന്നെ ഞാൻ പല ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, നീ എവിടേക്ക് വിസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ളത് UK അവർ ആൾമോസ്റ്റ് 60% ആളുകളും ഇംഗ്ലണ്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എവിടേക്ക് പോയി? വെയിൽസിൽ പോയോ, നോർത്തേൺ അയർലൻഡ് പോയോ, സ്കോട്ട്ലാൻഡ് പോയോ? 1-2 തവണയൊക്കെ പോയി. എന്നാൽ നീ ഫ്രാൻസൊക്കെ ഒന്ന് നോക്കിക്കൂടെ, യൂറോപ്പിലേക്ക്? അതൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറയും. അപ്പം ഞാൻ പലപ്പോഴായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയാന്ന് നോക്കുന്നത് ഞാൻ എല്ലാവരോടും സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അവരോട് ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, മസ്റ്റായിട്ടും ഒരു ഷെങ്കൻ വിസിറ്റ് വിസ മാൻഡേറ്ററി ആയിട്ട് നീ എടുക്കണം, ട്രാവൽ ചെയ്യും വേണം. അതുപോലെ തന്നെ നെക്സ്റ്റ് US ഒരു വിസിറ്റ് വിസ ഇപ്പം തന്നെ അപ്ലൈ ചെയ്ത് എടുത്തു വയ്ക്കും. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള മാറ്ററാണത്. അപ്പോൾ അവരൊന്നും അത് അവെയർഡ് അല്ല സത്യം പറഞ്ഞാൽ. ഈ ഒരു അവരുടെ കയ്യിലുള്ള സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം അവരിൽ പലർക്കും അതാണ് അറിയുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് പല ആളുകളിലേക്കും എത്തട്ടെ എന്ന് ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നു. ഈ ഷെങ്കൻ വിസ ഒരു റൂട്ടാണ് സത്യത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു UK നിന്നുള്ള സ്റ്റുഡൻസിന് ജസ്റ്റ് അവർ 3 months പേ സ്ലിപ്പ് സബ്മിറ്റ് ചെയ്താൽ മതി, അവർക്ക് ഷെങ്കൻ വിസ കിട്ടാനായിട്ട്. ഫ്രാൻസിലേക്കൊക്കെ വിസ കിട്ടും. ഞാൻ പറയുന്നത് വൺസ് പിന്നെ അങ്ങനെ ഫ്രാൻസ് പോയി, ഫ്രാൻസ് വളരെ നിയറസ്റ്റ് ആണ്, ജസ്റ്റ് പിന്നെ ഒരു പാലം കടന്ന് പോകാവുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ആൻഡ് പിന്നെ നമുക്ക് അതിൽ ആഡ് ഓൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്തിൻ 2 years തന്നെ നമുക്ക് USA വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും വളരെ ഈസി ആയിട്ട് USA വിസ കിട്ടാനും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. 10 years USA ടൂറിസ്റ്റ് വിസ കൊടുക്കുന്നത് കാര്യങ്ങൾ. അപ്പോൾ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തുമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിസിറ്റ് നോക്കാം. അതൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു വേ ആണ്. ഇപ്പോൾ നമ്മൾ മുമ്പത്തെ കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചുറ്റുള്ള ആളുകൾ, ഇപ്പോൾ നമ്മൾ 3 പേരെ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ എത്ര പേര് ഇവിടെ നിന്ന് കറക്റ്റ് ജോലി കിട്ടിയിട്ട് ദുബായ് വിസ എടുത്ത് പോയാറുണ്ട്? വളരെ കുറവായിരിക്കും. അവരെല്ലാവരും വിസിറ്റിന് പോയിട്ടാണ് ഇത് ഹണ്ട് ചെയ്തിട്ടുള്ളത്, അവർ അന്വേഷിച്ചിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഞാനതൊരു ലീഗൽ റൂട്ടാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ബട്ട് ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. നമുക്ക് അവിടെ പോവാം, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം, നമുക്ക് തിരിച്ചു വരാം. അതിന് യാതൊരു തരത്തിലുള്ള ലീഗൽ ലയബിലിറ്റി അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസോ അല്ല. നമുക്ക് അവിടെ പോയിട്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് വരാം. നമ്മളവിടെ അവർക്കൊരു ലയബിലിറ്റി ആയിട്ട് നമ്മളവിടെ ഇരിക്കാത്തടത്തോളം കാരണം അതൊരു ലീഗൽ ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ലൊരു ചോയ്സാണ്. നമ്മൾ മൾട്ടിപ്പിൾ കൺട്രീസിലേക്ക് നമുക്കൊരു വിസിറ്റ് വിസ ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൺട്രീസൊക്കെ ട്രാവൽ ചെയ്യാം. ഓക്കെ, നമ്മൾ പഠിച്ചു തീർന്നു പോകുന്നു എന്നുള്ളതല്ല, ഈ പെർട്ടിക്കുലർ ബെനിഫിറ്റ്സിനെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യും, എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ബെറ്റർ കൺട്രി, നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കൺട്രി ചൂസ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ ആയിട്ട് പറയാനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ കുറച്ച് കൗൺസിലേഴ്സിനോടായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചോദിക്കാം, ആസ്ക് ദ എക്സ്പേർട്ട് എന്നുള്ള ആ ഒരു സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് ടൈം ജോബ്. കുറേ ഏജൻസീസൊക്കെ നമ്മളെ പോലുള്ള ഏജൻസീസ് തന്നെ പലരും അഷ്യൂർ ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ പലരും പണ്ട് മുതൽ ആഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊരു കാര്യമാണ്. നമ്മൾ 100% പാർട്ട് ടൈം അസിസ്റ്റൻസ് ഒക്കെ തരുന്നുണ്ട്. റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഞാനതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊക്കെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു 10% ഞാൻ നിങ്ങൾക്ക് പാർട്ട് ടൈം റെഡിയാക്കി തരുന്നത്. ഇത് സത്യത്തിലൊരു നേരത്തെ പറഞ്ഞ പോലെ ഗിമ്മിക്ക് മാത്രമാണ്, വേറെ ഒന്നും അതിലൊരു റിയാലിറ്റി ഇല്ല. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പർട്ടിക്കുലർ ഏജൻസിക്ക് അവിടെ എന്ത് വേണം, അവരൊരു എംപ്ലോയർ ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം. അവർക്ക് അവിടെ പിന്നെ കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ് ചെയിനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഓക്കെ. അതല്ലാത്ത പക്ഷം നമുക്ക് റൂട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉള്ളത്. ഇപ്പോൾ UK പോയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അവിടെ ഇപ്പം നമുക്ക് ഗ്ലോബലി ഉള്ള ലിങ്ക്ഡിന്, ഇൻഡീഡ് പോലെയുള്ള പിന്നെ ആപ്പുകളുണ്ട്. അത് ത്രൂ തന്നെയാണ് മെയിനായിട്ട് അവിടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അത് കൂടാണ്ട് അവിടെ തന്നെ ലോക്കലി ഉള്ള ഒരുപാട് പിന്നെ വെബ്സൈറ്റുകളും പിന്നെ ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് അതിൽ ഗംട്രി എന്നൊക്കെ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ്, ഇതൊക്കെ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ജോബ് ഹണ്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് മോർ ഓവർ നമ്മൾ നല്ലൊരു റെസ്യൂമി പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫേമുകളിലൊക്കെ പോയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. വാക്ക് ഇൻ ഇൻ്റർവ്യൂസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ പോസിബിളാണ് ആക്ച്വലി ഈ പാർട്ട് ടൈം ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത്. ഒരിക്കലും ഒരു ഏജൻസിക്ക് അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ബട്ട് ഈ സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് അവിടെ പോയാൽ ഒരു കുറച്ച് ടൈം ടേക്കിംഗ് ആയിരിക്കും. കാരണം ഒരുപാട് സ്റ്റുഡൻസ് പോകുന്ന ഇൻടേക്കിൻ്റെ സമയമാണെങ്കിൽ
കുറച്ച് നല്ല പിന്നെ റഷ് ഉണ്ടാവും. അപ്പോൾ ഒരു 1 to 2 months or 2 to 3 months നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് ജോബ് ഹണ്ടിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. നമ്മളെപ്പോൾ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, അവർ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 1-2 മാസത്തേക്കുള്ള എക്സ്പെൻസസ് നമ്മൾ ഇവിടുന്ന് കാണണം എന്നുള്ള കാര്യം. അത് ഇതുകൊണ്ടാണ് പറയുന്നത്. ആൻഡ് ഫൈനലി അത് പോസിബിൾ ആണ്. ആക്ച്വലി അവർക്ക് ഈ പറയുന്ന 20 hours തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബട്ട് അതിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത്തരത്തിലുള്ള ചാനലുകൾ ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്നത് ഈ വാക്കിൻസ്, ഞാൻ കൂടുതൽ കുട്ടികളടുത്ത് പറയാറുള്ളത് ഡയറക്റ്റ് വാക്കിൻസ് മാക്സിമം എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കാര്യം നമ്മൾ ഒന്നും കൂടെ ഈസിലി നമുക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഒന്നുകൂടെ ഈസിയാണ് അത്തരത്തിൽ ജോബ് കിട്ടാനായിട്ട്. യെസ്. അതുപോലത്തെ ഒരു നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഇൻടേക്കിൻ്റെ കേസ്. നമ്മൾ ഏത് ഇൻടേക്ക് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതായിരിക്കും അടുത്ത ക്ലൈമറ്റ് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് അത് നമുക്ക് സ്പെഷ്യൽ എപ്പിസോഡ് തന്നെ ഡെഡിക്കേറ്റഡ് ആയി ഇതിന് വേണ്ടി ചെയ്യാൻ തോന്നും. കാരണം അത് കുറച്ചുകൂടി കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഈ ക്ലൈമറ്റിന്റെ കേസ് ഒക്കെ വരുന്ന സമയത്ത്. അപ്പൊ നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് തന്നെ. ആൻഡ് ഈ ഒരു ചോദ്യത്തിൽ തന്നെ എനിക്ക് ഒരു 1-2 പോയിന്റ് കൂടെ ആഡ് ഓൺ ചെയ്യണം എന്ന് താല്പര്യമുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു കരിയർ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ പാർട്ട് ടൈം ജോബ്. 100% പാർട്ട് ടൈം അഷ്യൂർഡ് അല്ലെങ്കിൽ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ്. ഇപ്പോൾ ഞാൻ മുമ്പൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ അവർ ഇനീഷ്യലി ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ്. എന്നിട്ട് അവർ തന്നെ ഗ്യാരണ്ടീഡ് എന്നുള്ളത് ക്രോസ് ചെയ്തു. എന്നിട്ട് അവരതിന് താഴെ കുറച്ച് പോയിന്റ്സ് തന്നു. അഥവാ ആ കുട്ടി ആ പെർട്ടിക്കുലർ പ്രോഗ്രാം മുഴുവനായിട്ട് അറ്റൻഡൻസ് പ്രോപ്പറായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവരുടെ വർക്ക് പ്ലേസ്മെൻറ്റ് ഇൻറ്റേൺഷിപ്പുകൾ ഉണ്ടാവും അവർക്ക് ആ ഒരു പ്രോഗ്രാമിനുണ്ടെങ്കിൽ, ഇത് മുഴുവൻ എല്ലാ അവരുടെ വർക്ക് പ്ലേസ്മെൻറ്റ്സും പ്രോപ്പർ മാർക്കോടുകൂടി ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടി അവർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന 3-4 റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂസ് കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടുള്ള ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ 100% പ്ലേസ്മെൻറ്റ്. സോ നമ്മൾ ഇതിൻ്റെ ഒരു ഇൻസൈറ്റ് തോട്ടും കൂടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരാൾ ഇപ്പം ഞാൻ അക്ഷയോട് ഞാൻ പറയുകയാണ് 100% അക്ഷയ്ക്ക് ഞാൻ നാളെ ഒരു ജോലി ഇവിടെ നിന്ന് ഇപ്പം അക്ഷയ ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ ഒരു ജോലി ഞാൻ തരാം എന്ന് പറയാൻ എന്തൊക്കെയാണ് അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളതാണ് നെക്സ്റ്റ് മാറ്റർ. അപ്പോൾ ഇതിനെല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഈവൻ ഏജൻസീസ് പറയുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും അവർ അതിന് ആക്ച്വൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ അവർ ഒറ്റ വാക്കിലേക്ക് ഒതുക്കുന്ന സമയത്ത് 100% പ്ലേസ്മെൻറ്റ്, 100% പാർട്ട് ടൈം ജോബ് അഷ്യൂർ. ഒരാൾക്കും അപ്പോൾ അഷ്റഫ് പറഞ്ഞ അതേ ഇതിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. കാരണം ഒരാൾക്കും നമുക്ക് ഇപ്പം എനിക്ക് വേണ്ട പാർട്ട് ടൈം ജോബ് അഷ്റഫിനെ എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. ഇത് പോസിബിൾ ആണെന്നുള്ളത് അല്ല. ഇപ്പോൾ എനിക്കൊരു റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല, ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലാണ്. ഐ ക്യാൻ ഡു ഡെലിവറി ജോബ്, ഐ ക്യാൻ ഡു വർക്ക് ഇൻ സൂപ്പർ മാർക്കറ്റ്, വെയർ ഹൗസ്, കെയർ ഹോം, എനി ദിസ് തിങ് ഈസ് കംഫർട്ടബിൾ ഫോർ മീ. ഞാൻ എൻ്റെ ഒരു 20s ആണെന്നുണ്ടെങ്കിൽ ദർ ആർ സോ മെനി പീപ്പിൾ ഹു ക്യാൻ ഡു ദാറ്റ്. നമ്മൾ ഭയങ്കര എൻകറേജ്ഡ് ആയിരിക്കും. എന്ത് ചെയ്താലും നമ്മൾ ഒരു മടുപ്പും ഉണ്ടാവില്ല. നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ട് വളരെ രസകരമായിട്ട് നമ്മൾ ചെയ്യും. അങ്ങനത്തെ ആളുകളുണ്ടാവും. അവർക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇഫ് നിങ്ങളൊരു പെർട്ടിക്കുലർ റിക്വയർമെൻ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അവിടെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒറ്റ മാറ്ററേ ഉള്ളൂ, നെറ്റ്വർക്കിംഗ്. നമുക്ക് നെറ്റ്വർക്ക്സ് ഉണ്ടോ, നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. യു ആർ 100% പ്ലേസ്മെന്റ്, യു ആർ 100% പാർട്ട് ടൈം ജോബ് അഷ്യൂർഡ്, യു ആർ 100% സക്സസ്ഫുൾ ഇൻ യുവർ കരിയർ. അതാണ് ഇതിൻ്റെ ഒരു മന്ത്ര എന്ന് പറയുന്നത്. നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. അതിനാണുള്ള ഒരു വിൻഡോ ആണ് ഓവർസീസ് എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനിൽ പോയി അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിൽ പോയി പഠിക്കുക, വർക്ക് ചെയ്യുക, അവിടെ ആളുകളോട് സംസാരിക്കുക, കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാക്കുക, ക്യാമ്പസിൽ പല ക്ലബ്ബുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രീ ടൈം കിട്ടുമ്പോൾ അതർ ഇൻഡിവിജ്വൽസുമായിട്ട് ഡിസ്കസ് ചെയ്യുക, കാര്യങ്ങൾ സംസാരിക്കുക, കൂടുതൽ നോളജ്ഡ് ആവുക, നെറ്റ്വർക്ക് ചെയ്യുക. ഇത് ഇപ്പോൾ മേ ബി അറ്റ് ദ എൻഡ് ഓഫ് ദ സെമസ്റ്റർ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് തന്നെ വിചാരിക്കുക, യു വിൽ ബി സക്സസ്ഫുൾ ഇൻ യുവർ കരിയർ. കാരണം നെറ്റ്വർക്ക്സ് ബിൽഡ് സക്സസ്. കാരണം അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഓരോ പുതിയ തോട്ടുകൾ നമ്മൾ എടുത്തു തരും. സോ അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നെറ്റ്വർക്കിങ്ങിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇനി 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലൈമറ്റ് കണ്ടീഷനും നോർത്തേൺ ലൈറ്റ്സിനെ കുറിച്ചൊക്കെയായിരുന്നു 2 ക്വസ്റ്റ്യൻസ് പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഓപ്ഷൻസ് അതൊക്കെ നമ്മൾ സംസാരിച്ചു. ഇടയ്ക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നുള്ളത്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ, ഹൗസിങ് ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റുഡൻറ്റ് അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി മെയിനായിട്ട് 3 ഓപ്ഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽസ് ആണ്, യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓൺ ചെയ്യുന്നതും ഉണ്ട്, പ്രൈവറ്റ് കമ്പനീസിൻ്റെ ഉണ്ട്. നിയർ ബൈ യൂണിവേഴ്സിറ്റി ആയിരിക്കും, ജസ്റ്റ് ഒരു 2 minutes വാക്കിംഗ് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ 5 minutes വാക്കിംഗ് മാക്സിമം വാക്കിംഗ് ഡിസ്റ്റൻസിൽ യൂണിവേഴ്സിറ്റി ഓൺ ചെയ്യുന്നതോ അതല്ലെങ്കിൽ
പ്രൈവറ്റ് കമ്പനീസ് ഓൺ ചെയ്യുന്നതായിട്ടുള്ള സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻസ് ഉണ്ടാവും. ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് സെറ്റപ്പിലായിരിക്കും അത് ഉണ്ടാവുക. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉള്ള പിന്നെ പ്രോപ്പർട്ടീസാണ്. പിന്നുള്ളത് പ്രൈവറ്റ് അക്കോമഡേഷനാണ്. അതായത് നമ്മൾ പുറത്ത് എന്ത് ചെയ്യുക, സ്റ്റുഡൻസ് നമ്മുടെ കോൺടാക്ട്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ പുറത്ത് ഓൺ ചെയ്യുന്ന, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ഏജൻസികൾ ത്രൂ ഒക്കെ നമുക്ക് കിട്ടുന്ന സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻസ്, നോർമൽ റെൻറ്റഡ് ആയിട്ടുള്ള അത് അവിടെയാണ്. പിന്നെ നമ്മൾ നമ്മുടെ അഫോർഡബിലിറ്റി ഒക്കെ ഒരു മാറ്ററാണ്. നമ്മൾ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനൊക്കെ എടുക്കുന്നത് തന്നെയാണ് ബെറ്റർ. കാര്യം അതിൻ്റെതായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. പിന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. ആൻഡ് നമുക്ക് പിന്നെ ജിമ്മൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ ഒരുപാട് ഗെയിം ഓപ്ഷൻസ് ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ഒന്നുകൂടെ എൻഗേജ്ഡ് ആവാനൊക്കെ ബെറ്റർ ഇത്തരത്തിലുള്ള അക്കോമഡേഷൻസ് എടുക്കലാണ്. പിന്നെ നമ്മളൊന്നുകൂടെ ഏർണിങ്സും പാർട്ട് ടൈം ജോലിയൊക്കെ കൺസിഡർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എപ്പോഴും ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഔട്ട്സൈഡ് അക്കോമഡേഷൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും. അത് തമ്മിൽ അത്യാവശ്യം പേയ്മെൻറ്റിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മളെ കോസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ഓഫ് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ അക്കോമഡേഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ലെവൽ നമ്മൾ പിന്നെ അത്യാവശ്യം കുറച്ചൊക്കെ ഒരു ക്വാളിറ്റി ഉള്ള നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈലും കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു അക്കോമഡേഷൻ ചൂസ് ചെയ്യുക. പറ്റുവാണെങ്കിൽ ഈ പറയുന്ന പോലെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷനോ അതല്ലെങ്കിൽ ഈ സ്റ്റുഡിയോ പിന്നെ നിയർ ബൈ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻസ് ഒക്കെ ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഒരുപാട് ഏജൻസികൾ ഇപ്പോൾ ഇത് ലെറ്റിംഗ് ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്തിട്ടോ അല്ലാണ്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അത്തരത്തിലൊരു അക്കോമഡേഷൻ എടുക്കുന്ന സമയത്ത്. കാര്യം ഈ ഔട്ട്സൈഡ് അക്കോമഡേഷൻ എടുക്കുമ്പോൾ അതിൽ നമ്മൾ അയക്കുന്ന എമൗണ്ട് ഒന്നും എന്തല്ല അക്കൗണ്ടബിൾ അല്ല. പല ആളുകളും നാട്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുത്തിട്ട് ട്രസ്റ്റിൻ്റെ പുറത്തൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അത് എപ്പോഴും അവിടെയുള്ളൊരു ലോക്കൽ അല്ലെങ്കിൽ അവിടെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ അതല്ലെങ്കിൽ ഏജൻസികളൊക്കെ ആയിട്ട് പിന്നെ കണക്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ സേഫ് ആവുമെന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം പല കുട്ടികളും പറഞ്ഞ് അങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ഡെപ്പോസിറ്റ് കളക്ട് ചെയ്തു അത് പിന്നെ തിരിച്ചു തന്നില്ല, അഡ്വാൻസ് കളക്ട് ചെയ്ത് തിരിച്ചു തന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നുകൂടെ ട്രാൻസ്പെറൻ്റ് ആവുന്നത് നമ്മൾ ഒന്നുകിൽ ലീഗലി നമുക്ക് അക്കൗണ്ട് ത്രൂ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി അക്കോമഡേഷനിലും അതുപോലെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിലും അതുണ്ടാവും. ഇനി അതല്ല നമ്മൾ പ്രൈവറ്റ് അക്കോമഡേഷനാണ് നോക്കുന്നതെങ്കിൽ അതൊന്ന് ഏജൻസി ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. യെസ്. സോ ഇത്രയൊക്കെയാണ് ഈ 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ സെഷൻ അല്ലെങ്കിൽ എന്താണ് ആസ്ക് ദി എക്സ്പേർട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത എക്സ്പേർട്സോ ആയിട്ട് നമ്മൾ സംസാരിക്കും, അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനായിട്ട് എന്തെങ്കിലും? എനിക്ക് ഈ ഒരു പോയിന്റ് കൂടെ റെലവൻ്റ് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളുടെ കൂടെ തന്നെ ഇപ്പോൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ച് അശ്വത് പറഞ്ഞു. അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ട കാര്യം കാൽക്കുലേറ്റ് ദ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. എപ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഡെസ്റ്റിനേഷൻ കൺഫേം ചെയ്തു, എത്ര സമയമാണ് നമ്മുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് റിട്ടേൺ എടുക്കാൻ ഉണ്ടാവുക, എങ്ങനെയാണ് അത് റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിൾ ആവുക, അതുപോലെ തന്നെ എന്ത് പ്രോഫിറ്റ്സ് ആണ് നമുക്കത് ടേക്ക് ഇറ്റ് ആസ് മേ ബി അതൊരു ബിസിനസ് ജേണി ആയിട്ട് തന്നെ കണക്കാക്കുക. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നമുക്കതിന് ഒരു ടേൺ ഓവർ ഉണ്ട്, നമുക്കതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അങ്ങനത്തെ ഒരു കൺട്രി തന്നെ നമ്മൾ ചൂസ് ചെയ്യുക. ദാറ്റ് ഡസൻ മീൻ നമ്മൾ ഭയങ്കര ഫിനാൻഷ്യൽസ് മാത്രം അല്ലെങ്കിൽ മണി മാത്രം നോക്കിയിട്ടുള്ള ഒരു ജേണി ആവരുത്. അത് വളരെ അതിൻ്റെ ഒരു സമയമുണ്ട്, അതിനൊരു പ്രോപ്പർ ടൈം കൊടുത്തിട്ട് തന്നെ. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ലോങ്ങർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇത് കാണാം. അപ്പോൾ എത്ര ലെങ്ത് ആണ് അതിന് വേണ്ടത് അതിനനുസരിച്ചുള്ള സമയം അതിന് കൊടുക്കുക, അതുപോലെ തന്നെ റിട്ടേൺസ് ചൂസ് ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. നമ്മളൊരു ഫിനാൻഷ്യൽ ലാബിലിറ്റിയിൽ പിന്നെ എൻഡപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ ഈ ഒരു പ്ലാനിങ് നന്നായിരിക്കും. അത് ഡെഫിനറ്റ് ആയിട്ടും ചെയ്യണം. ഈവൻ നിങ്ങളിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പോവുകയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എവിടെയെങ്കിലും ഫണ്ട് ബോറോ ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ റിട്ടേൺ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണമല്ലോ. അപ്പോൾ അത് ഒരു പ്രോപ്പർ പ്ലാനിങ് വേണ്ട, ഫിനാൻഷ്യൽ പ്ലാനിങ് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അതിനും ഈ പറഞ്ഞ പോലെ പിന്നെ നിങ്ങളുടെ കൗൺസിലേഴ്സിൻ്റെ എക്സ്പേർട്സൊക്കെ മീൻസ് അവരുടെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒപ്പീനിയനൊക്കെ സ്റ്റുഡൻസിന് എടുക്കാവുന്നതാണ് ആ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ. ആൻഡ് മേക്ക് യുവർ ഫാമിലി ഇൻവോൾവ്. ഈ ഒരു ഇത്തരം ഡിസ്കഷൻസിലും ഇത്തരം ഡിസിഷൻസിലൊക്കെ എന്ത് ചെയ്യുക, ഫാമിലിനെ കൂടെ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ഒന്നൊരു ക്ലാരിറ്റി നമുക്കതിൽ കൊടുക്കാൻ പറ്റുമല്ലോ. സോ യെസ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു റൈറ്റ് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ ഓരോന്നിനെയും കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നുണ്ടാവും.
സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. ഒരുപാട് എന്താണ് ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു.